പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ദുരിതയാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ആലപ്പുഴ വലിയ കുളങ്ങര നാരകത്തറയിലെ ജനങ്ങൾ. നവീകരണത്തിന്റെ ഭാഗമായി റോഡ് കുത്തിപ്പൊളിച്ച് വലിയ മെറ്റൽ ഇറക്കിയെങ്കിലും നിർമ്മാണം മാത്രം നടക്കുന്നില്ല. ഇതോടെ ഇതിലൂടെ ഉള്ള യാത്രയും ദുസ്സഹമായി. കാൽനട യാത്രികർക്ക് പോലും യാത്രാ ദുരിതമായി മാറിയ റോഡിൽ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. വലിയ കുളങ്ങര നാരകത്തറ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷങ്ങൾ പിന്നിടുന്നു. കാൽനട യാത്രക്കാർക്ക് പോലും റോഡിലൂടെ ഇന്ന് നടക്കാൻ കഴിയില്ല. 4 മാസം മുൻപ് മെറ്റൽ നിരത്തിയെങ്കിലും ഇതുവരെയും ടാർ ചെയ്യാത്തതാണ് വിനയാകുന്നത്. വലിയ കുളങ്ങര ദേവീക്ഷേത്രം ജംഗ്ഷനിൽ തുടങ്ങി പാതിരം കുളങ്ങര വഴി ദേശീയപാതയിലെ നാരകത്തറയിലെത്തുന്ന റോഡിന് 4.25 കിലോമീറ്ററാണ് നീളം. ഇതുവഴി ബൈക്കുകാർ പോലും പറ്റത്തില്ല. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ ബൈക്കിൽ പോയി സ്ലിപ്പായി, അയാൾ മറിഞ്ഞു വീണ്, അയാളുടെ കാല് ഇന്നലെ ഇവിടെ പ്ലാസ്റ്റർ ഇട്ട് ഇന്നലെ ഇവിടെ നിൽക്കുന്നുണ്ട്. കാൽനടക്കാർക്കെന്നല്ല ഒരു മനുഷ്യർക്കും. ഇപ്പോൾ ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെ വരെ പോയത് തന്നെ നിരന്തരമായിട്ട് ശല്യം സഹിക്കാൻ വന്നപ്പം ഈ അടുത്ത സമയം കൊണ്ട് ചെയ്തൊരു കാര്യമാണ്. ഹെൽത്ത് സെൻ്റർ തൊട്ട് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അത്ര മൃഗീയമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥയിൽ. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിലെ 2 കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത്. 2023 ഓഗസ്റ്റിൽ പണി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കാനയുടെയും കലുങ്കുകളുടെയും നിർമ്മാണം നടത്തി. പിന്നാലെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റോഡ് പൊളിച്ചത്. യന്ത്രസഹായത്തോടെ 5 ഇടങ്ങളിലാണ് ഒരേ സമയം പ്രവർത്തനങ്ങൾ നടന്നത്. ഇതോടെ ഏതാനും ദിവസങ്ങൾക്കകം 4.25 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് പൂർണ്ണമായി പൊളിച്ചിട്ടു. പിന്നീട് മാസങ്ങളോളം പണി നടന്നില്ല. മെറ്റലും പാറപ്പൊടിയും വിരിച്ചതോടെ റോഡിൽ പൊടിയുടെ ശല്യവും രൂക്ഷമായി. ഇതോടെ വ്യാപാരികളും കടുത്ത പ്രതിഷേധത്തിലാണ്. റോഡിന്റെ ദുരവസ്ഥ കച്ചവടത്തെയും സാരമായി ബാധിച്ചുവെന്ന് പ്രദേശത്തെ വ്യാപാരികൾ പറയുന്നു. ഞങ്ങൾ ഈ കട നടത്താൻ ഒരുങ്ങിയിട്ടിപ്പോൾ 1.5 വർഷം 2 വർഷത്തോളം ആകുന്നു. അന്ന് തൊട്ട് ഈ റോഡ് ഇങ്ങനെ കുളമായി കിടക്കുക. ഇങ്ങനെ എന്നും അങ്ങ് ഒരേ പൊടി കൊണ്ടിറക്കും. ഈ വണ്ടികൾ പോയിട്ട് പറന്നെല്ലാം അകത്ത് കയറിയിട്ട് ഞങ്ങൾ പൊടി തുടച്ച് ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ചുമയും പനിയും എന്നും ബുദ്ധിമുട്ടാണ്. പിന്നെ സാധനങ്ങളെല്ലാം ഇരിക്കുന്ന അങ്ങ് ചീത്തയാകുമോ, എല്ലാം പൊടി പിടിച്ച് ആൾക്കാർ വാങ്ങുന്ന പോലുമില്ല. കളിപ്പാട്ടമൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങാൻ ആൾക്കാർ വരുന്നില്ല. കാര്യം ആൾക്കാർക്ക് ഈ പൊടി കാണുമ്പോഴേ പുറങ്ങോട്ടങ്ങ് മാറും. പിന്നെ ആൾക്കാർ കൂടുതലും ഇതിലേ പോകുന്നില്ല. റോഡ് മോശമായതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ഇതിലെ സഞ്ചാരം പോലും ഇല്ല. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇടപെട്ടത്. ഒടുവിൽ 4 മാസം മുൻപ് മെറ്റൽ വിരിച്ചു. പിന്നാലെ ടാറിംഗ് നടക്കുമെന്നാണ് കരാറുകാർ പറഞ്ഞത്. എന്നാൽ ഇതുവരെയും ടാർ ചെയ്തിട്ടില്ല. ഇതോടെ ഈ വഴി നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി. ഓട്ടോറിക്ഷകളൊന്നും ഈ വഴി ഓട്ടം പോകാറില്ല. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ കരാറുകാരന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അതും കൂടി കാണാം. കുത്തിപ്പൊളിച്ചിട്ട് അവരെ ഗ്യാവലിട്ടേച്ച് പോയി. പിന്നിട്ട് 1 വർഷം കഴിഞ്ഞ് വീണ്ടും വന്നു. എന്നിട്ട് വീണ്ടും ഒരു ഇതോടെ മെറ്റിലിറക്കി വീണ്ടും ഇട്ടേച്ചങ്ങ് പോയി. വീണ്ടും അതെ ഇനി ഇറക്കിയിട്ട് അങ്ങ് പോയി. കൂട്ടുകാർക്ക് അമ്പിയ അവർ പടച്ച് വീഴുക. ഇപ്പം യാത്ര പോകുന്നില്ലാരും. അതിനെല്ലാം പടച്ച് വീഴിച്ചു. മാളികച്ചാറിൻ്റെ കൈയും എല്ലാം പിടിഞ്ഞ്. എന്താണ് അധികൃതർ സൂചിപ്പിക്കുന്നത്? എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരൊന്നും ഈ സഹകരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളെ ഉണ്ടാക്കാൻ പറയും. ഈ കോൺട്രാക്റ്റ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങ് അത്യാവശ്യമാണ് നിങ്ങളെ ചെയ്യാൻ എന്നാ പറയുന്നത്. അടൂര്, ഓച്ചിറ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് 3 ബസ് റൂട്ട് ഉണ്ടായിരുന്ന ഒരു റോഡാണിത്. അതിൻ്റെ അവസ്ഥയാണിത്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തോ ഇത് കാണിക്കുന്നത്? ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പഞ്ചായത്തിനോ ആർക്കും ഉത്തരവാദിത്വമില്ല. എല്ലാവർക്കും കാശ് മതി. അതിൻ്റെ പേരിൽ മാത്രം അഴിമതി നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ അനുവദിച്ച ഏക റോഡാണിത്. അത് ഈ രീതിയിൽ വളരെ മോശമായി നശിപ്പിച്ച് നാശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് ചേരുകയാണ്. അജയ്, റോഡ് നിർമ്മാണം അനന്തമായി നീളുകയാണെന്ന് വാർത്തയിൽ നിന്നും മനസ്സിലായി. എന്താണ് ഈ നീണ്ടുപോകാനുള്ള കാരണം? കരാറുകാരുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തൊക്കെയാണ്? എപ്പോഴാണ് ഇവർക്കൊരു ശാപമോക്ഷം കിട്ടുക? ഈ റോഡ് പൊളിക്കാൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതായത് ഈ റോഡ് പൊളിക്കുന്ന ഘട്ടത്തിൽ മതിയായ പരിശോധന നടത്താതെയാണ് ഉദ്യോഗസ്ഥർ അതിന് അനുമതി നൽകിയത് എന്നുള്ളതാണ് ഇതിൽ നാം മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത. പൊളിക്കുന്ന റോഡ് അത് കൃത്യമായി ടാർ ചെയ്ത് തീർക്കുന്ന ഒരു പതിവുണ്ട് സാധാരണ. പക്ഷേ ഇവിടെ അതും നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. കൃത്യമായ ഒരു മെറ്റൽ അത് 4.25 മീറ്റർ നീളമുള്ള റോഡാണ്. ആ റോഡിലാണ് 150-ന് മുകളിൽ ലോഡ്
മെറ്റലാണ് വേണ്ടത്. പക്ഷേ അത്തരം മെറ്റൽ ഇറക്കാതെയാണ് ഇത്തരത്തിലേക്ക് റോഡ് പൊളിക്കാനുള്ള അനുമതി നൽകിയത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ഈ റോഡ് നിർമ്മാണം ഇങ്ങനെ കാലാകാലങ്ങളായി നീളുന്നതിനൊരു പ്രധാന കാരണമായിട്ട് നാം മനസ്സിലാക്കുന്നു. മറ്റൊന്ന് ഈ കരാറുകാരൻ കാസർഗോഡ് ജില്ലക്കാരനാണ്. അതും ഇത്തരത്തിലേക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാൻ വൈകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കരാറുകാരനെ ഏൽപ്പിക്കുന്ന സാഹചര്യം. അജയ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. റോഡ് നിർമ്മാണം അനന്തമായി നീളുകയാണ്. നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.